NCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ക്ലാസ് 5 ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങളാൽ. ഇവിടെ PSCക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ തുടങ്ങുന്നത് താഴെ വന്ന് ഇവിടെ ഒരു പത്രവാർത്തയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. PSCക്ക് പഠിക്കാൻ ഇവിടെ മുതല് പഞ്ചായത്ത് ഇടപെട്ട് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പ്രഖ്യാപനം ഉടനെ വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി എന്നീ പത്രവാർത്തകളൊക്കെ പറഞ്ഞേക്കുന്നേ. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ ഓർ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇത് പഠിക്കണം. ഇത് PSCക്ക് ചോദിക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ ഓർ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. കുറെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്താണെന്ന് പഠിക്കണം ഇവിടെ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് താഴെ തന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ. ഈ മൂന്ന് സംവിധാനവും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകൾ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇത് പഠിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് ഈ 5 എണ്ണമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനമായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. താഴെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കുളത്തിൽ കൊടുത്തിരിക്കുന്നത് എബ്രഹാം ലിങ്കൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യത്തെ പറ്റി എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രഹാം ലിങ്കൺ ആണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. അടുത്തത് മഹാത്മാഗാന്ധി ജനാധിപത്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞത്, എബ്രഹാം ലിങ്കൺ പറഞ്ഞത് CRT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിൽ ഈ കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഇത് ചോദിക്കും. ഇപ്പൊ ജനാധിപത്യം വേരുകൾ തേടി. യൂറോപ്പിന്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂറോപ്പിന്റെ ജനാധിപത്യം വേരുകൾ തേടി. ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡുമാണ്. യുണൈറ്റഡ് കിങ്ഡം ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും. ഈ ലൈറ്റ് ഒരു യെല്ലോ കളറിൽ കൊടുത്ത യൂറോപ്പാണ്. യൂറോപ്പ്. മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിന്റെ ഭൂപടം ശ്രദ്ധിച്ചുവല്ലോ. യൂറോപ്പിന്റെ രൂപരേഖയിൽ A എന്നും B എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതും. B എന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും. A എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രീസ്. ഗ്രീസ് ആണ്. B എന്ന് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും. ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്. അപ്പൊ ഗ്രീസിനും യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും ഇതിന് ജനാധിപത്യത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പൊ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടാണ്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം
പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടാണ്? യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഇന്നത്തെ ജനാധിപത്യത്തിന്റെ തുടക്കം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നാണ്. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിരുന്ന ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് രൂപം കൊണ്ടതും ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഗ്രീസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളിപ്പോ പഠിച്ചല്ലോ. ഗ്രീസിനെ പറ്റി, ഇംഗ്ലണ്ടിനെ പറ്റി. ഗ്രീസ് എന്ന് കൊടുത്തിരിക്കുന്നത് വേണ്ടി പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത് ഗ്രീസാണ്. യുണൈറ്റഡ് കിങ്ഡം വടക്കേ അയർലൻഡ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നു. ജനാധിപത്യ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇവിടെ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസിന്റെ പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഹെറോഡോട്ടസ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന വാക്കിനർത്ഥം ജനങ്ങൾ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം. ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ്. ഡെമോസ്, ക്രാറ്റോസ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത്. ഡെമോക്രസിയുടെ മലയാളം ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം. അപ്പം ഹെറോഡോട്ടസ് എന്താണ് കണ്ടുപിടിച്ചത്? ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത്. ജനാധിപത്യം രണ്ടു തരത്തിൽ. അടുത്ത നെക്സ്റ്റ് പേജില് ജനാധിപത്യം രണ്ടു തരത്തിൽ. നിങ്ങൾ ഗ്രാമസഭ ഓർ വാർഡ് സഭ ചേരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഗ്രാമസഭകൾ? അപ്പൊ ഗ്രാമസഭകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമസഭകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഗ്രാമസഭകൾ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ നഗരങ്ങളിലെ ഗ്രാമസഭ അറിയപ്പെടുന്ന വാർഡ് സഭകളെന്നും ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് ഗ്രാമസഭകളെന്നുമാണ്. ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർപട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഇവിടെ വായിക്കണം, ഇത് ചോദിക്കും. പിന്നെ ഗ്രാമസഭ കൂടുന്ന ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാമസഭ കണ്ടോ? കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. അപ്പൊ ഓരോ ജനങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന് ഒരാൾ പറയുന്നു. പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണമെന്ന് ഒരാൾ പറയുന്നു. ഗ്രാമസഭ കൂടി ഗ്രാമസഭാ മെമ്പറാണ് കണ്ടിരിക്കുന്നത്. ഓരോ വാർഡിലെയും വോട്ടർപട്ടിക, നഗരങ്ങളിലോ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. തീരുമാനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട് പിക്ചർ അതുപോലെ. ഗ്രാമസഭയിൽ അപ്പൊ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നുണ്ട്. അടുത്തത് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യം ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും
ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് ഏത് പ്രദേശങ്ങളിലാണ്? താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. അടുത്ത പോയിന്റ്, നിയമസഭയുടെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. ഓരോ വ്യക്തികൾ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. നിയമസഭയിലെ മന്ത്രിമാരോട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി ആരാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ഇവിടെ കേരള നിയമസഭയെ പറ്റി പറഞ്ഞിരിക്കുന്നു. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഇവിടെ കുറച്ച് പോയിന്റ് ഉണ്ട് പഠിക്കാന്. അപ്പൊ കേരള സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം, അതും അറിയാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചത് 1888. 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചത് 1904. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. അപ്പൊ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത് 1949 എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പൊ ഇത്രയാണ് കേരള നിയമസഭയുടെ വഴികാട്ടികള്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888, ശ്രീമൂലം പ്രജാസഭ 1904, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ 1949 എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ഏത് ദിവസമാണ് നിയമസഭാ ദിനമായി ആചരിക്കുന്നത്? ഏപ്രിൽ 27. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 എല്ലാം ഓർത്തിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളി പറഞ്ഞതാണ്. നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ നിയമസഭയിൽ നമ്മൾ ഇലക്റ്റഡ് ആക്കി വിടുന്ന പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഗ്രാമസഭകളിൽ നമുക്ക് നേരിട്ട് പങ്കാളികളാവാനുള്ള അവസരമുണ്ട്. അത് രണ്ടും ഓർത്ത് വെച്ചിരിക്കണം. ഈ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അപ്പൊ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കുറച്ച് പ്രതിനിധികളെ വിടുമല്ലോ, അവര് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ഏത് ജനാധിപത്യം നിലനിൽക്കുന്നത്? പ്രാതിനിധ്യ ജനാധിപത്യം. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏത് ജനാധിപത്യമാണ് നിലകൊള്ളുന്നത്? പ്രാതിനിധ്യ ജനാധിപത്യം. പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രായോഗികമായിട്ടുള്ളത്. പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും താരതമ്യം ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു.
ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാ? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. അപ്പൊ ഇതൊക്കെ ഒരു പോയിന്റ്. ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ്. സൗദി അറേബ്യയിൽ ഏതാ രാജാവാണ് അധികാരമേക്കുന്നത്? സൗദി അറേബ്യയിൽ പുതിയ രാജാക്കന്മാരല്ലേ അധികാരം വെക്കുന്നത്. ഗൾഫ് കൺട്രീസിലൊക്കെ രാജാവാണ് അധികാരം. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്നു. മുകളിൽ കൊടുത്തിട്ടുള്ള തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പുണ്ട് ജനാധിപത്യത്തില്. പിന്നെ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ട്. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. PSCക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ ഈ 6 പോയിന്റ് പഠിച്ചു വെക്കണം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. രണ്ടാമത്തെ പോയിന്റ് സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷമുണ്ട് ജനാധിപത്യത്തിൽ. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട് ജനാധിപത്യത്തിൽ. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട് ജനാധിപത്യത്തിൽ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. ഈ 6 ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് തിരഞ്ഞെടുപ്പിലൂടെ എന്നൊരു ഹെഡിങ്. വോട്ട് ചെയ്യുന്ന ഫോർമാറ്റ് കൊടുത്തേക്കുന്ന വോട്ട് ചെയ്യുന്ന ബാലറ്റ് പേപ്പർ, പിന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ മഷി പുരട്ടുന്നു. ഇവിടെ വോട്ടിംഗ് മെഷീൻ്റെത്, പിന്നെ വോട്ട് ചെയ്യുന്ന ഒരാള്. ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ 21 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള അവകാശം ഉള്ളായിരുന്നു. ഇപ്പോൾ അത് എത്ര വയസ്സാണ്? 18 വയസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് 18 വയസ്സാണ്. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങൾ. ആദ്യം സ്കൂൾ പാർലമെന്റ് മാതൃകാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 4 PM വരെ. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്കൂൾ പാർലമെന്റ് മാതൃകാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കൊടുത്തിരിക്കുന്നു. ഇതുപോലെ തെരഞ്ഞെടുപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഇത് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ നൽകിയിരിക്കുന്നത് പട്ടികപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ആദ്യം വരുന്നത്. പിന്നെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, അന്തിമ ലിസ്റ്റ്, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, വോട്ടെടുപ്പ് തീയതി, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, പിന്നെ പാർലമെന്റ് ആദ്യ യോഗം. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്കൂൾ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഉള്ള വിജ്ഞാപനം അതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തും ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവ ഏതൊക്കെയാണെന്ന് താഴെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്. പിന്നെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം, നെക്സ്റ്റ് വോട്ടെടുപ്പ്,
അത് കഴിഞ്ഞിട്ട് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പം തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 8 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കല്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, മൂന്നാമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാലാമത്തേത് പത്രികയുടെ സൂക്ഷ്മ പരിശോധന, അഞ്ചാമത്തേത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, ആറാമത്തേത് തെരഞ്ഞെടുപ്പ് പ്രചരണം, ഏഴാമത്തേത് വോട്ടെടുപ്പ്, എട്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഇത് പഠിച്ചു വെക്കണം. പിന്നെ തെരഞ്ഞെടുപ്പുകൾ എന്തിന് എന്നൊരു ഹെഡിങ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ മറ്റു ചില ധർമ്മങ്ങളും തെരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്, അത് നമുക്കറിയാമല്ലോ. ഇതിനു പുറമെ മറ്റു ചില ധർമ്മങ്ങളും തെരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞൊരു കോളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ധർമ്മങ്ങൾ എന്ന്? 5 ധർമ്മങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. രണ്ടാമത്തേത് എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. മൂന്നാമത്തേത് ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. നാലാമത്തേത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. അഞ്ചാമത്തേത് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഈ 5 ധർമ്മങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു നോക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഇവിടെ പഠിക്കാനുള്ള നെക്സ്റ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 3 അംഗങ്ങളാണുള്ളത്. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ 3 പേരുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ 3 പേരുണ്ട്. അവർ 3 പേരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഇവർ 3 പേരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. പിന്നെ ഒരു വീട്ടിലെ പിക്ചർ കൊടുത്തേക്കാം. ജനാധിപത്യം ഒരു ജീവിതക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനാധിപത്യം കുടുംബത്തെ പ്രായോഗികമാക്കുന്ന ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇവിടെ പോണം, ക്രിസ്മസ് അവധിക്ക് ഇവിടെ പോയാലെന്ന് പറഞ്ഞു. ഇത് പഠിക്കാൻ PSCക്ക് പഠിക്കാനൊന്നുമില്ല, സ്കൂൾ കുട്ടികൾക്കൊന്നും നോക്കാം. ഇത് ജനാധിപത്യം വിദ്യാലയത്തിൽ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പഠനയാത്രയ്ക്ക് എവിടേക്ക് പോകേണ്ടതെന്നൊക്കെ ടീച്ചർ ചോദിക്കുന്നത്. അപ്പൊ ഓരോ കുട്ടികളും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പൊ ജനാധിപത്യ സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലയോ. വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ്. താഴെ കൊടുത്തിരുന്ന സാഹചര്യങ്ങൾ എവിടെയൊക്കെയാണ് ജനാധിപത്യം പാലിക്കപ്പെടുന്നതെന്ന് ഇത് ഓരോന്നും വേണ്ട. കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്നു, സീബ്ര ലൈനിൽ കൂടെ, പിന്നെ വേസ്റ്റ് ബിന്നിലിടുന്നു, വേസ്റ്റ് എറിയുന്നു. ഇവിടെ ജനാധിപത്യം എവിടെയാണെന്ന് പാലിക്കപ്പെടുന്നത് ഈ സാഹചര്യങ്ങളെന്ന് ചോദിച്ചേക്കുന്നത്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക,
പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. അപ്പൊ ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായ ഘടകങ്ങൾ ഏതൊക്കെയാ? പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. ഇവിടെ താഴെ കൊടുത്തിരുന്ന ഒരു കോളത്തിൽ ജനാധിപത്യ ജീവിതക്രമം നാം എത്രത്തോളം പിന്തുടരുന്നുണ്ടെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞ് ഇത് പഠിക്കാനില്ല ഇവിടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനും അപ്പുറം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. പിന്നെ കൂടാതെ എന്തൊക്കെയാ? തുല്യ പദവിയും തുല്യ അവസരവും വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോൾ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമാകത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന് അത് പഠിക്കാനുള്ളതായിട്ട്. കുറിപ്പുകൾ ഇതൊക്കെ തുടർ പ്രവർത്തനങ്ങൾ, കുറിപ്പുകൾ എന്നുള്ളതാണ്. താഴെ വരുമ്പോൾ ഭാരതത്തിന്റെ ഭരണഘടന കുറിപ്പുകൾ എന്ന് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ ഭാരതത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 11 മൗലിക കർത്തവ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51 കാന്ന് എഴുതിയിരിക്കുന്നത് 51A ആണ് കേട്ടോ. മൗലിക കർത്തവ്യങ്ങൾ താഴെ പറയുന്ന ഭാരതത്തിലെ ഓരോ പൗരന്റെയും കർത്തവ്യം ആയിരിക്കുന്നതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളം മീഡിയത്തിലായതുകൊണ്ട് ഇക്ക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന A ആണ്. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്നാണ് ഒന്നാമത്തെ മൗലിക കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നാലാമത്തേത് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അഞ്ചാമത്തേത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയതവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അടുത്തത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അടുത്തത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാവുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രം യജ്ഞത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണതയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ഈ 11 മൗലിക അവകാശങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടന ഭാഗം 4A ഭാഗം 4A 51A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് 11 മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കണം. താഴത്തെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. 11 മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വന്ന കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയേണ്ടതില്ലേ? അവകാശങ്ങളെ കുറിച്ചുള്ള അറിവ്
നിങ്ങളുടെ പങ്കാളിത്തം, സംരക്ഷണം, സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കാൻ പ്രേരണയും പ്രചോദനവും നൽകും. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന പേരിലാണ് രൂപം കൊണ്ടത്. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കമ്മീഷനാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം, മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം, പങ്കാളിത്തത്തിനുള്ള അവകാശം, ബാലവേലയിൽ നിന്നും ആപൽക്കരമായ ജോലികളിൽ നിന്നുമുള്ള മോചനം, ശൈശവ വിവാഹത്തിൽ നിന്നുള്ള സംരക്ഷണം, സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. ഇവയൊക്കെയാണ് കുട്ടികളുടെ അവകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. താഴെ ഇത്രയും പോയിന്റും. പിന്നെ നിങ്ങളുടെ ചില ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. സ്കൂൾ, പൊതു സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കാതെ സംരക്ഷിക്കുക. കുട്ടികൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ മേളിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം. ഇനി കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളാണ്. സ്കൂൾ, പൊതു സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കാതെ സംരക്ഷിക്കുക. സ്കൂളിലും പഠന പ്രവർത്തനങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുക. സ്കൂൾ അധികാരികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സഹപാഠികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സന്നദ്ധരാകുക. ഇത്രയും കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളുമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ക്ലാസ് 5 ന്യൂ SCERT ടെക്സ്റ്റിലെയാണ് ഇത്. ക്ലാസ് 5 ന്യൂ SCERT ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.